മുതലാളി, ഇതാണ് മണിയുടെ വീട്. മുതലാളി ഞാൻ പോയി വിളിക്കാം. ചേച്ചി ചേച്ചി എന്താടാ ആകെ കുഴപ്പമായി. എന്താ നിനക്ക് മീൻ കിട്ടിയില്ലേ? അല്ല, ഒരു മുതലക്കറിയൊക്കെ നീ തന്നെ കൂട്ടിയാ മതി. അതല്ലെന്ന്, അളിയനെ കൈയോടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു മുതലാളി വന്ന് ഇപ്പോണ്ട്. മുതലാളിയോ? ഏത് മുതലാളി? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അളിയൻ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയെന്ന് അങ്ങേര് പറയുന്നത്. ലക്ഷങ്ങളുടെ തിരിമറിയോ? ദൈവമേ, ഈ കാശാവല്ലേ. വന്ന ആളെവിടെടാ? ഇയാള് വഴി തെറ്റി പോയതല്ലേ? കൃത്യമായിട്ട് വിളിച്ച് ഈ വീടിന്റെ മുറ്റത്തോട് നിർത്തി. നടക്കാട്ടെ വന്നേ. ലക്ഷങ്ങളുടെ തിരിമറിയോ? ഞാനാ? ഇതെന്താ കേസ്? നിക്കണ കണ്ട വണ്ണത്തിന് കുറവാന്നുള്ളൂ. വലിയ മുതലാളിയാ. ഞാൻ വാസന്തി, മണിയേട്ടന്റെ ഭാര്യ. എന്തോ ഇവിടെ ലക്ഷത്തിന്റെ ഇടപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആണല്ലോ. അപ്പൊ കാര്യം വ്യക്തമാണല്ലോ. വെളിമണിയെ ദേവരുന്നളിയൻ. ആഹാ, ഇതാണോ മണിയൻ? അതെ അതെ. ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെയാണല്ലോ വരവ്. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. അല്ല, അങ്ങനെ ഒന്ന് വണ്ടിയേക്കാരൻ പറഞ്ഞ എങ്ങനെ? എന്താ കാര്യം എന്ന് പറഞ്ഞ് വ്യക്താക്കണ്ടേ? താൻ പോലീസൊന്നും അല്ലല്ലോ. അത് ശരി, നീ കാര്യം അറിഞ്ഞാലേ വണ്ടി കയറത്തുള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല. എന്താ വാസന്തി ലക്ഷത്തിന്റെ തിരിമറി? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കും. പക്ഷെ ഇപ്പോഴുള്ള സ്ഥിതിക്ക് വണ്ടി കയറുന്ന തന്നെ ആരോഗ്യത്തിന് നല്ലത്. എന്നാ നീ പോയി വീട് പൂട്ടിട്ടോ. ഒന്ന് വന്നേ. മുതലാളി ശരിക്കും എന്തിന്റെ മുതലാളിയാ? അത് അങ്ങ് വരുമ്പോ നിനക്ക് മനസ്സിലാവും. ഓ, അപ്പൊ സസ്പെൻസ് ആണ്. സസ്പെൻസ് മാത്രമല്ല, ത്രില്ലറും കൂടിയാ. കുറച്ച് കോമഡി കൂടി ഇപ്പൊ കേറും. എന്ത് അളിയനാ? എന്നോട് വലിയ ഇഷ്ടാ. ഇങ്ങോട്ട് മാറ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച ഈ ലക്ഷങ്ങളുടെ കണക്ക് ഒന്ന് പറയോ? അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. സമയം കളയാതെ വന്ന് വണ്ടി കയറ്. ചേച്ചിങ്ങനെ മാറി. അളിയനെ ഞാൻ പിടിച്ചോളാം. കുഴപ്പമില്ലല്ലേ, എനിക്ക് അസ്വസ്ഥയൊന്നുമില്ല. അതല്ല, കൈവിട്ട അളിയനെ ഓടിക്കളയാ. അതാ. നീ അങ്ങോട്ടേ തള്ളിക്കറി പോന്ന്. ഞാനും കൂടി വരാലോ. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘടനവും കാണാലോ. അളിയന്റെ മുതുകത്ത് എല്ലാരും കൂടി പൊങ്കാലിടുന്നു. നീ പോയി മീൻ മേടിച്ചിട്ട് വേടാ. അത് നെയ്മീൻ. ഞാനും വരാളിയോ. നീ വരണ്ട. വണ്ടി ചേച്ചി ഞാനും കൂടെ. കൊള്ളാം. കൊണ്ടുവന്നത് ഞാനിപ്പോ പുറത്ത് വെറും വേലക്കാരൻ. സാരമില്ല, തല്ല് കിട്ടണ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. തല്ല് കിട്ടിയിട്ട് കൊണ്ടുവരുന്നത് കണ്ടാലും മതി. ഞാൻ ഹാപ്പിയാ. മണിയേട്ടാ, ഇവരൊക്കെ ആരാടി? ആ ഊന്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? ആ തെണ്ടി എന്താ പറയുന്നത്? വാ. ഓ മുതലാളി, ഇതാണ് മണി. വാ. വാ. ശരിക്കുള്ള മുതലാളി ഈ മുതലാളിയാണ്? ആ മുതലാളിയാണ് മുതലാളി? വാ. ഓ വാ. ഹലോ. ഹലോ. അല്ല, മിണ്ടരുത്. ഇങ്ങോട്ട്. അല്ല മുതലാളി, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? അല്ല, പോയിട്ട് വരെ പണിയുണ്ടായിരുന്നു. അതെ, പണിയുണ്ട്. പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കുറച്ച് പണി ഇവിടെയുണ്ട്. ഇനി അത് പോരെങ്കിൽ വേറെ പണി ഞാൻ ഇനിയും തരാം. എന്താ, അതുപോലെ മൊത്തം പണിയാവുന്ന ലക്ഷണമാണല്ലോ. ഇത് കണ്ടോ നീ? കണ്ടു, കൊള്ളാം. എന്ത്? അല്ല, ആനപ്പിണ്ടവും ചെങ്ങല ഓലയൊക്കെ ഇത് ആരെ ഇവിടെ കൊണ്ടിട്ട്? ഇത് മാത്രമല്ല, ഇന്നലെ വരെ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ഓഹോ. അതെവിടെ? ആന? ഏതാന? താടി കേടാവുണ്ടെങ്കിൽ ഇന്നലെ കടത്തിക്കൊണ്ടുപോയ ആന എവിടെയെന്ന് പറ. ഞാൻ ആനയെ കൊണ്ടുവന്ന? മര്യാദക്ക് സത്യം പറഞ്ഞോ? സത്യം പറയാം മുതലാളി. പറ. എനിക്കൊന്നും ഓർമ്മയില്ല. നിനക്ക് ഓർമ്മ വരുത്താനുള്ള വഴി എനിക്കറിയാം. ഇവരെ കണ്ടോ? നിനക്ക് നന്നായിട്ട് ഓർമ്മ വരുത്തി തരും. അല്ല മുതലാളി, ഒരു 1.5 അടിച്ചാ ചിലപ്പോ. 1.5 അടിയല്ല, ചവിട്ടി കൊല്ലുക. ആടിയല്ല, ഒരു 1.5 പെഗ് അടിച്ചാ ചിലപ്പം. ചുമ്മാരടി.
വാ. ആ അതാണ് മുതലാളിക്ക് വിവരമുണ്ട്. മണിയേട്ടാ മണിയട്ടെ. വാ കയറി വാ. അവിടെ നിന്നാ മതി. ഇവിടെ. ഞാൻ ഇട്ടോളാം. ആ. പിടി. ഗ്ലാസ്. ആ, കഴിച്ചോ. കഴിച്ചോ, കഴിച്ചോ. ആ, കഴിച്ചോ. ആ. ആ, ആ, ആ. പിടി. ഏ? പിടി. ആ. മുതലാളി ഇത് ഇപ്പൊ ഓർമ്മ വന്നോ? ഒരു മിനിറ്റ്. ആ. ആ. വന്നു വന്നു. ഇപ്പൊ ഏകദേശം എനിക്ക് പകുതി കാര്യങ്ങൾ ഓർമ്മ കിട്ടി മുതലാളി. ആ. ആ പകുതി പകുതി കിട്ടി, പകുതി കിട്ടി. പകുതി കിട്ടി. ആ പകുതി ഒഴിച്ചോ. പകുതി ഒഴിച്ചോ. പകുതി ഒഴിച്ചോ. മതി. ആ ഒഴിച്ചോ. തട്ടാതെ. ആ, ഒഴിച്ചോ. ആ, തട്ടല്ലേ. ആ, ആ, ഓ. ആ, കുടി. ആ, ഉം. ആ. 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 ഇപ്പൊ മുഴുവനും കിട്ടി. മുഴുവനും കിട്ടി. ഓർമ്മ കിട്ടിയാ? ആ, ആ, പറ 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 പറ. കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാം പിടി കിട്ടി. കിട്ടി കിട്ടി പറ. ആ, ആ. 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 അന്തരീക്ഷത്തിൽ ഉമ്മ വയ്ക്കുവാന്നോ? ഒറ്റയ്ക്കങ്ങ് കയറ്റിക്കോ. നമ്മൾ ഒരു വെള്ളം എടുത്ത് മണി എത്ര നേരമായി? ഇത് മാറൊന്നുമല്ലോ കേട്ടോ. ഒറ്റയ്ക്ക് കുടിക്കാൻ. എടാ അതുകൊണ്ടല്ലേ ഞാൻ എവിടെ നിന്ന് കഴിക്കുന്നത്. ആ നീ ഒന്ന് ഉത്സാഹിച്ച് ഞാൻ കുടിച്ചു തീർക്കാം. വേഗം ഇച്ചിരി വെള്ളം കൊണ്ടുവന്നേ. 2 രൂപ അടിച്ചായിരുന്നു പെട്ടെന്ന് തീർന്നേനല്ലോ. എടാ പോലീസ് വന്നാ പണി കിട്ടൂടെ ചേർക്കാം. ഇനി എന്നാ അത്? എന്താ പോലീസ് നാണം കെട്ട പരിപാടി തന്നെ ഇത് കേട്ടോ. ആ ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ വെള്ളവടി നാണം കെട്ട പരിപാടിയാന്ന്. പരിപാടി അല്ല പറഞ്ഞത്. അല്ലേ? ഈ സർക്കാർ കാണിക്കുന്ന കണ്ണൻ ദ്വീപിനെ കുറിച്ചാ. ഇതൊന്ന് സർക്കാർ തരുന്ന മദ്യം സർക്കാർ പറയുന്ന വിലക്ക് സർക്കാരിന്റെ തന്നെ ബീവറിൽ നിന്ന് വാങ്ങി അത് അടിക്കുന്ന കണ്ട സർക്കാരിന്റെ പോലീസ് തന്നെ നമ്മളെ പിടിക്കും. ഈ പോലീസുകാർക്ക് ഏത് നേരം ഒന്നും പണി തരാൻ പറ്റിയ കൂട്ടരാണല്ലോ ഈ പാവം കുടിയന്മാര്. എടാ നീ എളുപ്പം ഒന്ന് അടിച്ചിരുന്നെങ്കിലേ എങ്കിൽ എനിക്കൊന്ന് അടച്ചു പോയായിരുന്നു. എടാ രാവിലെ 5 മണിക്ക് കട തുറക്കാനുള്ള എടുക്കാം. എന്ത് അടയ്ക്കായിരുന്നു ഞാനിത് എപ്പ അടിച്ചെന്ന് ചോദിച്ചാ പോരെ. നീ പോയിച്ചിട്ട് അച്ചാറങ്ങ് എടുത്തിട്ട് എടുത്തിട്ടോ അമ്പഴങ്ങ അച്ചാർ എടുത്തു ചോദിച്ചാ തരുന്നതിനുള്ള കുഴപ്പം. എന്നാ വേണമെങ്കിൽ എടുത്ത് വെച്ച് കഴിക്കാം. അല്ല അതിനകത്തങ്ങ് ഇറങ്ങ്. ഇനി വരുമ്പോ പൊന്നുമ്പോ വീട്ടിൽ നിന്ന് അച്ചാറും കൊണ്ട് വന്നാ കേട്ടാ. ഇതിന്റെ ഷഷ്ടിപുറത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതാണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല എന്താന്ന് ഒരു ശ്വാസം നിനക്ക് ഇതൊക്കെ ഉള്ളു ഇവിടെ. കഴിച്ചിട്ട് എഴുന്നേക്ക. എഴുന്നേക്കടാ. എന്തിനാണ് ഇപ്പൊ കഴിച്ചിട്ട് എഴുന്നേക്കുന്നത്? അച്ചാറ് താഴോട്ട് ഇറങ്ങി പോവാനാ? അല്ല നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാൻ. ആഹാരം കഴിച്ചോണ്ടിരിക്കുന്ന ഒരു മാനിനെ പിടിച്ച് പുറത്താക്കാൻ ഒരാൾക്ക് അവകാശം ഇല്ല. ഇനി എനിക്ക് കഴിക്കണം. കുറച്ച് ബീഫ് എടുക്കടാ. ബീഫ് 5-6 ദിവസം പഴക്കമുള്ള ആളാ. ബീഫ് 5-6 ദിവസം പഴകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ ബീഫ് ഇല്ല. ഇത് തന്നെ 3 ആഴ്ച പഴകിയതാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിനക്ക് ഈ മണി ബീഫ് എടുക്കും. നീ മിണ്ടല്ലേ? നീ അങ്ങനെ എന്നോട് കളയാൻ നിൽക്കില്ലേ? ഞാൻ കാണിച്ചു തരാലോ. കാണിക്കുന്നേ മിണ്ടരുത്. എടാ ഇങ്ങോട്ട് ഇറങ്ങടാ അടുക്കളയെന്ന്. നീ പോടാ. പാത്രം നാളെ അതിനകത്ത് സാമ്പാർ വെക്കാനുള്ള അറിയാമല്ലോ. എനിക്കറിയാലോ ബീഫൊന്നും ഇവിടെ അങ്ങനെ തീരില്ല. ഇത് വലിയ ശല്യമാ കേട്ടോ. കുടിച്ച ഒരാൾക്കെങ്കിലും ശല്യമായില്ലെങ്കിൽ മണിക്കുറക്കം വരില്ല. നീ ഉറങ്ങണ്ട. ഇന്ന് രാത്രി എന്നെ സഹിക്കുന്നേ. ഇന്ന് രാത്രിയോ? എടാ ഓണമല്ലേ, നമുക്ക് ആഘോഷിക്കാം. ഇട്ട്
ഏയ്, ഉം. ഇറോ ഇറോ ഇട്ടല്ല ഞാൻ എടുക്കാലോ. ഞാൻ എടുക്കാലോ. എന്തിനാടാ അത്? ക്ലാസ് എന്തിനാടാ? ക്ലാസ് നീ ഇങ്ങോട്ട് വരുന്നോ അത് ഞാൻ അങ്ങോട്ട് വരണോ? നീ തന്നെ തീരുമാനിച്ചോ? ഇവിടെ ഉണ്ടായിരുന്ന കിട്ടി കിട്ടി കിട്ടി. കളി മണിയോടാണല്ലോ ക്ലാസ്. ഓക്കെ ചേപ്പാ, അപ്പൊ ഞാൻ അടി നിർത്തി ഇവിടെ വാങ്ങുന്നു. ഹാപ്പി ഓണം. അടി നിർത്തി അങ്ങനെ ഇവിടെ വാങ്ങാൻ ഞാൻ അനുവദിക്കുന്നതല്ല. പോലീസ് വരില്ലേ ചേപ്പാ? പോലീസ് എന്നല്ലേ പറയാൻ വന്നത് തന്നെ. അതെങ്ങനെ ചേപ്പാ? പോലീസ് 10 മിനിറ്റ് കൊണ്ട് നിനക്ക് പുല്ലായത്? 10 മിനിറ്റ് എടുത്തില്ല, 10 സെക്കൻഡ്. അതാണ് രായപ്പൻ. എന്റെ ദൈവമേ, അടിച്ചത് മണി, ഫിറ്റായത് രായപ്പൻ. കലികാലം. ഒരു കാര്യം ചെയ്യും, ഇനി നീ കണ്ട് ഫിറ്റ് ആവണം. അടിച്ച് തന്നെ ഫിറ്റ് ആവും. അടി അടി അടി. എന്താടാ അത്? ചങ്ങലയുടെ ഒച്ചോല് വരുന്നുണ്ടല്ലോ. ചങ്ങലടോ? ചങ്ങലയുടെ ഒച്ചോല് വരുന്നുണ്ടാ? സത്യമായിട്ടും വരുന്നുണ്ട്. എന്നെ ചങ്ങല കിട്ടു. ഛേ ചേപ്പാ, അങ്ങനെ പറയല്ലേ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. നിനക്കും ഭ്രാന്തായോ? അല്ല അല്ല അല്ല, നമുക്ക് രണ്ടുപേർക്കും അല്ല, മറ്റാർക്കോ ഭ്രാന്തായിരിക്കുന്ന. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച നോക്കട്ടെ. ആരായാലും ഞാൻ ഇന്ന് ശരിയാക്കി തരാം. ഞാൻ എന്നോടാ കളി. ആനയൊക്കെ വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് അടുത്തിട്ട് വാടാ. നീ നല്ല ഫിറ്റ് ആണല്ലോ. ഒന്നും പറയണ്ട, നീ പറയണ്ട, നീ പൊയ്ക്കോ. നിന്റെ പേരെന്താ? രവി. ഇരവിയോ? ഇരവിയോ? രവി. ഓ, ഈ രവി. ഈ രവി ഈ എന്നുള്ളത് ഇവന്റെ ഇൻഷലാണ്. ഇവന്റെ അച്ഛന്റെ പേര് ഏറ്റുമാനൂർ. അല്ല, ഈ രവി. ഓ, ഇവൻ രവിയാണ് പോലും. അങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്. നീങ്ങി വന്നേ. നീ കിടന്നു. നീ നിന്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ബഹളം വെക്കടാ. ആദ്യം ഞാൻ നിന്റെ ആനക്ക് കുറച്ച് പഴം കൊടുക്കാം. ഇവന് ആവശ്യം എന്താ വെച്ചാൽ നീ കൊടുക്ക്. രണ്ടാമപ്പനെ ഈ പഴം മേടിച്ച് ആനക്ക് കൊടുത്തേ. കൊടുത്ത് കൊടു. ഇനി നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ പറ. ഓ, അപ്പൊ ഇതാണ് ഇവന്റെ പ്രശ്നം. മദ്യമാണോ നിന്റെ പ്രശ്നം? അല്ലണ്ട, പിന്നെ ഈ ആനയുടെ കൂടെ ഇന്ന് എന്റെ അവസാന ദിവസമാണ്. ഒന്നിലവൻ മരിക്കും, അല്ലെങ്കിൽ ഈ ആന അവനെ ചവിട്ടി കൊല്ലും. അങ്ങനെ ആന പറഞ്ഞോടാ ഈ രവി? മുതലാളി നാളെ അവനെ വിൽക്കാൻ പോവുകയാണെന്ന്. അത് ഒരു വാക്ക് എന്നോട് ചോദിക്കാതെ. അത് മോശമായി പോലും. പിന്നെ അത് വളരെ മോശമായി പോയി. കഴിഞ്ഞ 20 വർഷമായി പൊന്നുപോലെ ഞാൻ നോയിക്കൊണ്ടിരുന്ന ആനയായത്. വകുപ്പ് 302. പാപ്പാനെ, നീ ഒരു കാര്യം ചെയ്യും. നീ ആദ്യം ഇതങ്ങ് വെള്ളം ഒഴിക്കാതെ അടി. നമുക്ക് വഴിയുണ്ടാക്കാടാ. നമുക്ക് എന്തിന് എല്ലാത്തിനും വഴിയുണ്ടല്ലോ. നീ അടിച്ച തൊണ്ട വഴി ഇറങ്ങും. അങ്ങനെ. അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഈ ആന നീ അറിയാതെ വിൽക്കാൻ പാടില്ല. അതല്ല നിന്റെ പ്രശ്നം. അത് നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? പെരുവഴി. ഈ ആനയെ ഞാൻ വാങ്ങുന്നു. ആർക്ക് വിറ്റാലും നിന്റെ മുതലാളിക്ക് കാശ് പോരെ? അത് മതി. എന്നാ പറ, എന്ത് തരണം? ഒരു 40.
ഈ 40 എന്ന് പറഞ്ഞാൽ ചെറിയ 40ഓ അതോ വലിയ 40ഓ? വലിയ 40. ഇത്ര നീളമുള്ള 40ഓ? 40 ലക്ഷോ? അതെ. ആ ശ്ശേ. ദാ, അത്ര ഒന്നും അവന് കാണത്തില്ല. നീ ഇല്ലാത്ത മസിൽ പിടിക്കാതെ സ്വപ്പം കുറയ്ക്കേ. കുറയ്ക്ക് ഒരു മിനിറ്റ്. വലി അടിച്ചിട്ട് മതി. കുപ്പിയിലുള്ള സാധനം കുറയ്ക്കാനല്ല പറഞ്ഞ. പറ. എന്നാ ഒരു 35. ശ്ശേ, എടാ കുറച്ചുകൂടെ താഴട്ടെ. പറ പറ. ലാസ്റ്റ് 30. ശ്ശേ. എടാ ഈ ആന ഞാൻ വാങ്ങുന്നത് എനിക്ക് വേണ്ടിയല്ല, നിന്റെ വിഷമം തീർക്കാൻ. അപ്പൊ നീ എന്റെ കൂടെ നിക്കണം, അല്ലാതെ മുതലാളിയോടെ നിക്കല്ല വേണ്ട. ഓക്കെ? അപ്പൊ നീ അങ്ങനെ ചിന്തിച്ച് സംസാരിക്കല്ലേ. നീ ഇതും കൂടെ അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ആലോചിക്കും. ഓക്കെ. ചേട്ടന് എത്ര തരാൻ പറ്റും? ഒരു 500. അത് കിടക്കില്ല. മണി, അത് തീരെ കുറഞ്ഞു പോയി. നീ എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടു. ശരി, ഞാൻ ഇപ്പം പറഞ്ഞല്ലേ, ഒരു 1001. അതിനകത്ത് ഒരു മാറ്റം കേട്ടോ. നല്ല വിലയാ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? പറ. ഒരെന്നാലും ഇല്ല. ഉറപ്പേരി. ഉറപ്പിക്കേ ഉറപ്പിക്കടാ. ശരി, ഉറപ്പിച്ചു. പക്ഷേ രൊക്കം കാശായിരിക്കണം. പിന്നെ നമ്മൾ കാശ് പറഞ്ഞാൽ രൊക്കമായിരിക്കും. എത്ര പറഞ്ഞേ? 1001. നല്ല 500, 600, 700, 800. ഇവിടെ ഒരു 200 രൂപ എന്നടാ. ഒരു 200 രൂപ നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ആന മേടിക്കില്ല. എടാ ഒരു ആന മേടിച്ച നിസ്സാര കാര്യമാണ്. ഒരു 200 രൂപ തന്നുകൊണ്ട് ഒരു കൊമ്പനി 200. എത്ര പറഞ്ഞു? 1001. 1001. 1 രൂപയുടെ കുറവുണ്ടല്ലോ. ഇത് ആരുടെ? എന്റെ ഇല്ല. 1 രൂപയുടെ ചെയിൻ ഉണ്ടോ? കോയിനായിട്ടുണ്ടോ? രണ്ടാം പാടില്ല. താ ഒരു നല്ല കാര്യത്തിനല്ലേ സഹോദര. താ ഇങ്ങോട്ട്. 1 രൂപ. 1001 രൂപ രൊക്കം കാശ്. പിടിച്ചോ, എണ്ണ നോക്കിയോ വേണമെങ്കിൽ. മണി ഓക്കെ അല്ലേ? മണി, അപ്പൊ അതിന്റെ ബ്രോക്കർ കാശ്? ബ്രോക്കർ കാശ് എത്രയാണ്? ബ്രോക്കർ കാശ് എന്ന് പറഞ്ഞാൽ വിറ്റ വിലയുടെ 3%. അപ്പൊ ഈ 1001 3% എന്ന് പറഞ്ഞാൽ 3000 രൂപ. 3000 രൂപ. പറ്റി എഴുതിക്കോ. ഓക്കെ അല്ലേ? പറ്റി എഴുതിക്കോ. അതെ. ഇങ്ങനെ അപ്പൊ ഈ ആന ഇനി എനിക്ക് കൊണ്ടുപോകാലോ. ഞാൻ പറയാം. ആരോഗ്യമില്ല പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇന്ന് മുതൽ നിന്റെ ഓണർ ഞാനാണ്. രണ്ടാം പാപ്പനെ പണിയൊന്നുമില്ല പറഞ്ഞാ മതി, ഞാൻ ഒന്നാം പാപ്പനാക്കാം. ഓക്കെ? അവനും നീ പണി ആനച്ചന്തം ഗണപതി മേളച്ചന്തം. വാനെ ഇങ്ങോട്ട് വാനെ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം. എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം. തിരി ഹിന്ദി ചന്തം. തിരി ഹിന്ദി ചന്തം. വെച്ചുകൊടുത്ത് ഉടയാതെ ഉണ്ടോ? ഉടയരുത്. അങ്ങനെ ഇനി എനിക്ക് ശക്തിയില്ല. ഈ കവളി അടിയോളാം. ഈ കവളിൽ അടിച്ചോ. 1001 രൂപയ്ക്ക് ആനയും വിറ്റിട്ട് വന്നു മോഹത്തോടാ. മനഃപൂർവ്വം അല്ല മുതലാളി. എനിക്കിപ്പ എല്ലാ ആന വേണം. എന്നാ നിന്റെ വാങ്ങിച്ച 1001 രൂപ. ഈ 1 രൂപ ഞാൻ വേറെ അതെന്താ ഇങ്ങതാ. പിടിച്ചോ. എന്റെ ആനത്താ. എന്റെ ആനതാ. അല്ല ആന ഞാനിങ്ങനെ എന്റെ ഇല്ലിപ്പോ. ചേച്ചി എന്റെ ആന തരാൻ പറ. കൊണ്ട് കേട്ടിട്ടുണ്ട്. സത്യമായിട്ടും എന്റെ ഇല്ല. സത്യാണ്. നിക്ക്. അതെ, പാട്ടും പാടി നീ ഇന്നലെ ആനയും കൊണ്ട് എങ്ങോട്ടാ പോയത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങോട്ടാ ഞാൻ പോയത്? പാട്ടും പാടിയത് ആന എവിടെ കൊണ്ടുപോയത്? ആന ഇവിടെ നിന്നല്ല, പാടിയ പാട്ട് പിടികിട്ടി. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. കമള പരിപാടി. ആനച്ചന്തം ഗണപതി മേളച്ചന്തം.
എട്ടും പൊട്ടും തിരിയാനിത്തിരി. നിർത്തടാ മന്ദബുദ്ധികളെ. നീ എന്റെ ആനയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അവിടുന്ന് ഞാൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? റോട്ടിൽ കൂടെ നടന്ന് കുറച്ച് മുന്നോട്ട്. ഒന്ന് ഓർത്ത് പറ മണിയേട്ടാ. ഡാ, ഒന്നും രണ്ടും അല്ല, 35 ലക്ഷത്തിന് വില പറഞ്ഞ് നിർത്തിയ ആനയാ. എനിക്ക് ഇപ്പൊ എന്റെ ആന വേണം. നിന്നെ കൊണ്ടത് ഞാൻ പറയിപ്പിക്കും. ആനക്കൊക്കെ ഇത്രയും വിലയുണ്ടോ? ഇന്നലെ നമ്മൾ അടിച്ച മദ്യത്തിന്റെ പേരെന്താ? അതും ഒന്ന് ഓർത്തു. നീ വന്നേ. സത്യം പറ, നിങ്ങൾ ആനയെ വാങ്ങി മറിച്ചു വിട്ടോ? ഇടി, നീ എന്നെ അവിശ്വസിക്കുകയാണോ? നിങ്ങളല്ല, ഇന്നലെ നിങ്ങൾ കുറിച്ച മദ്യത്തെ വിശ്വാസം ഇല്ലാത്ത. ഡാ, ആ മണി വാ, ഇങ്ങോട്ട് വാടാ. വിളിച്ചു കേട്ടില്ലേ? ഓ, ഞാൻ പോയിട്ട് വരാവേ. ആന ഇവിടെ വന്ന് പിടികിട്ടിയോ? നമ്മൾ ഇന്നലെ കഴിച്ച മദ്യത്തിന്റെ പേര് ഷണ്ടർ. മണി, വെറുതെ അല്ലടാ നിങ്ങൾ ഉള്ളുന്നത്. ചെല്ലങ്ങോട്ട്. പോയിട്ട് വരാം മോളെ. സമാധാനമായി, ഒരെണ്ണമെങ്കിലും പിടികിട്ടിയല്ലോ. മുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്. സത്യമായിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്നില്ല? ഇല്ല. എനിക്ക് ഇത് മുഴുവൻ ഇപ്പം ഓർമ്മയായിട്ട് തുടങ്ങിയ കിട്ടി. ആനച്ചന്തം ഗണപതി മേളച്ചന്തം എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം ഇത്തിരി ഹിന്ദി ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം. ആന 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 എവിടെ എവിടെ? ആന ഏതോ ഒരു വീട്ടിൽ. ഏത് വീട്ടിൽ? ഏത് വീട്ടില്? ഏതോ. അതെന്തിനാ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് കെട്ടിയേ? ഇനി നമ്മുടെ വീട്ടിൽ ആന കെട്ടാനുള്ള സ്ഥലമുണ്ടോ? അവിടെ ആ പാടുള്ളൊരു തൊഴുത്താ. ആനം പിന്നെ ഞാൻ തൊഴുത്ത് കെട്ടാൻ പാടില്ല എന്നല്ലേ പറയാറ്. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാഞ്ഞേ. പിന്നെ ആന എവിടെ? ഈ ആന എവിടെ എന്നോട് ചോദിച്ചാ ആന എവിടെ ഞാൻ പറഞ്ഞു പോകും. ആ ഞാനേ ആന ഇങ്ങനെ പോയായിരുന്നു. ഞാൻ ഇങ്ങനെ പോയി അങ്ങോട്ട് ചെന്നപ്പോ നീ പിരിഞ്ഞു പോയി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കി നടന്ന് അങ്ങോട്ട് ചെന്നപ്പോ പുറകെ കുറെ പട്ടികൾ വന്നു. പുറകെ കുറെ പട്ടികൾ. ഞാൻ പേടിച്ചില്ല, പക്ഷെ ആന പേടിച്ചു. അടുത്ത് ലൈറ്റ് കണ്ടൊരു വീട്ടിലോട്ട് ആന നടന്നങ്ങ് കയറിപ്പോയി. നടന്ന് ആ വീടിന്റെ മതിലേ ചെന്നിടിച്ചു. അതിലുള്ളൊരു വീട്. എടാ, ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും മതിലില്ലേ? ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും മതിൽ വേണി ഞാൻ പറഞ്ഞോ? ഏതാടി വീട്? എനിക്കങ്ങനെ അറിയാം. കിട്ടി, വീട് കിട്ടി, പിടുത്തം കിട്ടി. വാ വീട്ടിലേക്ക്. അതുമിതുമറിയാതെ പണം വന്നു കയറുമ്പോൾ മനമിതു മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്